കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾ രംഗം വിട്ടാൽ ഒരുപാട് വോട്ടുകൾ BJP-യിലേക്ക് പോകുമെന്നാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. അതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഇടത് വോട്ടുകൾ എങ്ങനെയാണ് BJP-ക്ക് പോവുക? അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയാണോ ഇടത് വോട്ടുകളൊക്കെയും എങ്ങോട്ടും ചാഞ്ചാട്ടമുള്ളതാണെന്ന്? അല്ല, ഇടത് വോട്ടല്ല. ഇപ്പോ അവിടെ കുടുംബ ആധിപത്യം, അതായത് രാഹുൽ ഗാന്ധി പോയിട്ട് പകരം പ്രിയങ്ക ഗാന്ധി വരുന്നു. അപ്പൊ നേരത്തെ ദേശീയ തലത്തിൽ ചർച്ച വന്നതാണ്. പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ മോദിക്കെതിരെ മത്സരിച്ചാൽ കുറച്ചുകൂടെ അതൊരു മൂവ്മെന്റ് ഉണ്ടാവുമായിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ മത്സരിക്കാമായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്യാതെ കേരളത്തിലേക്ക് വന്നതിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തോട് BJP-യുടെ വളർച്ച മാത്രം എതിർക്കുന്നതിന് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുമായി സഖ്യം ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ. അത് BJP-യോടുള്ള എതിർപ്പിന്റെ പേരിലാണ്. കോൺഗ്രസ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ആഗോളവൽക്കരണവും മറ്റു പ്രവർത്തനങ്ങളോടൊക്കെ വളരെ വ്യക്തമായ എതിർപ്പുള്ള ആളുകളാണ്. അപ്പൊ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ഇടയ്ക്ക് ഇവിടെ ഡയറക്റ്റ് BJP വേഴ്സസ് കോൺഗ്രസ് എന്നൊരു പോരാട്ടം വന്നാൽ, അങ്ങനെ വരുന്നൊരു ഘട്ടം എവിടെ വന്നാലും സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിരുദ്ധമായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ട്, അതായത് ഇടതുപക്ഷത്തിന്റെ അണികളല്ലാതെ കോൺഗ്രസിന്റെ നയങ്ങളോട് എതിർപ്പുള്ള ഒരു ജനവിഭാഗം ഉണ്ടാവുക. അല്ല, അങ്ങനെയല്ലല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. പിടിക്കുന്ന ഒരു സാഹചര്യം വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? ഇടത് വോട്ടുകൾ എത്രയാണ് BJP-ക്ക് പോയത്? സംശയമുണ്ടോ? അല്ല, അത് പല സാഹചര്യങ്ങളും അത് വിലയിരുത്തട്ടെ. അത് ബന്ധപ്പെട്ട മത്സരിച്ച ഞാൻ ഈ ചോദിക്കാൻ കാരണം അത് ഇടത് വോട്ടുകളായതുകൊണ്ടാണ്. അല്ല, ഇടത് വോട്ട് മാത്രമല്ല, അവിടുത്തെ നേരത്തെ കോൺഗ്രസ് വിരുദ്ധ വോട്ട് എന്നുള്ള രൂപത്തിൽ ഇടതുപക്ഷത്തിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഒരു പക്ഷേ BJP കുറച്ചുകൂടെ സ്ഥാനാർത്ഥികളെയൊക്കെ പണം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പോലും സുരേഷ് ഗോപി 6 കോടി രൂപ ചെലവഴിച്ചു എന്ന് കൊടകര കള്ളപ്പണ കേസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ തങ്ങൾ ആ പിടിക്കപ്പെട്ട പ്രതികള് ഞങ്ങൾ 6 കോടി തൃശ്ശൂരിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ പരാതി കൊടുത്ത ഒരാളാണ്. 6 കോടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര കോടി ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ തന്നെ ഇപ്പൊ കോൺഗ്രസ് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനിടയ്ക്ക് പണം കോടികൾ വാരി എറിഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് വോട്ട് ചേർത്തൽ തൊട്ടിട്ട് ആളുകളെ ആ രൂപത്തിൽ പണം കൊടുത്തുകൊണ്ട് രംഗത്തിറക്കിക്കൊണ്ട് പ്രത്യേക ഏജൻസികൾ BJP-യുടെ സംഘടനാ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ അതിന് പ്രത്യേകമായിട്ട് കൊട്ടേഷനായിട്ട് ഏൽപ്പിച്ച ആളുകളാണ് ഈ പണം. അതെ, ഈ BJP എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അറിയാമല്ലോ. അവർക്കൊരിടം ആരൊക്കെ ചേർന്നാണ് ഒരുക്കിയതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സലിം മടവൂർ, ശ്രീ സംഷാദ്. പറയൂ പെട്ടെന്ന്. അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, വൻ തോതിൽ പണം ഇറക്കിയ സമയത്ത് ആ പ്രചരണത്തിലൊക്കെ തന്നെ വശംവദരായിക്കൊണ്ട് ചില അതായത് കോൺഗ്രസിനോടുള്ള എതിർപ്പിന്റെ പേരിൽ മാത്രം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത കുറച്ച് വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ ഇടതുപക്ഷത്തിനോട് എതിർപ്പിന്റെ പേരിൽ ചില എന്തെങ്കിലും നയങ്ങളോട് എതിർപ്പുണ്ടാവും. ഈ ആരോപണം നിങ്ങൾ തെളിയിക്കേണ്ടതാണ്.